എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അത് നാട്ടുകാർക്ക് വേണ്ടിയാണ് എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് 2 വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തത് എൻ്റെ പ്രോപ്പർട്ടി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നറുക്കെടുപ്പ് രീതിയിലൂടെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടും ഞാൻ ആ നറുക്കെടുപ്പിലേക്ക് വരാനുണ്ടായ കാരണങ്ങളും അതിൻ്റെ സാഹചര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കഴിഞ്ഞു രണ്ടാമത്തെ ഒരു വീഡിയോ അതിൻ്റെ എക്സ്റ്റൻഷൻ, അതായത് ഞാൻ വിചാരിച്ച പോലെ നമ്മൾ പറഞ്ഞൊരു ഡേറ്റിലേക്ക് അതിൻ്റെ കൂപ്പണുകളും കാര്യങ്ങളും ഒന്നും മുഴുവനായിട്ട് വിറ്റ് പോവാത്തത് കൊണ്ട് അതിൻ്റെ കുറച്ചൊരു എക്സ്റ്റൻഷനും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടൊരു വീഡിയോ. ആ വീഡിയോൻ്റെ മുമ്പിൽ അതിനൊരു ക്യാപ്ഷൻ കൊടുത്തിരുന്നു. ആ ക്യാപ്ഷനിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒരു 4-5 വരി എഴുതിയിരുന്നു. ആ വരി എൻ്റെ നാട്ടിലെ ചില ആളുകൾക്ക് പൊള്ളിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ വരി എഴുതാനുണ്ടായ ഒരു കാരണവും ഒരു ഉദ്ദേശവും ഉണ്ട്. അതിൻ്റെ ഫലവും എനിക്ക് കിട്ടി. കാരണം ആ വരി വായിച്ചവർക്കറിയാം എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന്. നാട്ടിൽ ഏകദേശം താനൂർ മുനിസിപ്പാലിറ്റിയിൽ എത്ര വാർഡുണ്ട്, എത്ര വാർഡിൽ എത്ര ജനസംഖ്യ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഈ കാണുന്നവർക്ക് അറിയാം. അപ്പോൾ ഇതിൽ വളരെ കുറഞ്ഞൊരു 4-5 പേർക്ക് മാത്രം അത് കൊള്ളണം അല്ലെങ്കിൽ പൊള്ളണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം എന്ന് കുറച്ച് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. പിന്നെ ഒരു 2-3 പേര് എന്നെ ബന്ധപ്പെട്ടിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളടുത്ത് ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് വന്ന് നിങ്ങളെ ക്ഷമിച്ച് തരണം, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇത്രത്തോളം അറിയൂലായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. കാരണം ഓക്കെ, ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് അവരോട് അങ്ങനെ പറഞ്ഞത്, ഇനി ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനായാലും നിങ്ങളായാലും ഒക്കെ നമ്മളുടെ ഒരു വസ്തു അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നത് നമ്മളാരും ആഗ്രഹം ഉണ്ടായിട്ടല്ല. നമ്മളൊക്കെ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ്. സാമ്പത്തികമായിട്ട് നല്ല നിലയിൽ നിൽക്കുന്നവർ, സാമ്പത്തികമായിട്ട് പെട്ടെന്ന് അവർക്ക് ഒരു പതനം സംഭവിക്കുമ്പോൾ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മളെ മുതൽ വിൽക്കും, ചിലപ്പോൾ നമ്മളെ വീട് വിൽക്കും, ചിലപ്പോൾ നമ്മളുടെ സ്വർണങ്ങൾ വിൽക്കും, ഇതൊക്കെ ചെയ്യും. അപ്പം അതിനെ എതിർത്തിട്ട് അല്ലെങ്കിൽ അതിന് മുടക്കിയിട്ട് ആ സംഭവങ്ങൾ ചുളിവ് വിലക്ക് നേടിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പല ആളുകളും ഈ മുടക്കൽ ഏർപ്പാടുകളിൽ ഏർപ്പെടുന്നത്. ഒരു കുറഞ്ഞ ശതമാനം ആളുകൾ അവർക്കിതൊരു ക്രൈസാണ് അല്ലെങ്കിൽ ഒരു രസമാണ്. ഒരാൾ സ്ഥലം വിൽക്കാൻ വെക്കും, അവന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയാം, ആ സ്ഥലം വിൽപ്പന മുടക്കുക. അതുപോലെ തന്നെ ഒരു പെൺകുട്ടീനെ കാര്യം വന്നാൽ ഒരു കാരണവും കൂടാതെ ആ കല്യാണം മുടക്കുക. അതൊരു വിഭാഗം വേറെ ഉണ്ട്. ഇതൊക്കെ എല്ലാ നാടുകളിലും ഉള്ളതുപോലെ എൻ്റെ നാടിലും ഉണ്ട്. ഇതിലൊക്കെ ഞാനും ബലിയാടായ ആളാണ്. എൻ്റെ കല്യാണ സമയത്ത് ഞാനും അനിയനും 1 രൂപ പോലും സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിച്ച 2 വ്യക്തികളാണ്. അന്ന് സമയത്ത് നാട്ടിലെ ചില ആളുകൾ പറഞ്ഞു നടന്നിരുന്നത്, എനിക്കും എൻ്റെ അനിയനിക്കും മാരകമായിട്ടുള്ള രോഗമുണ്ട്, അതുകൊണ്ട് പെണ്ണ് കിട്ടാത്തത് കൊണ്ട് അവർ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കുകയാണ്, അല്ലാതെ അവർക്ക് പെണ്ണ് കിട്ടൂല എന്ന് പറഞ്ഞിരുന്ന ആളുകളുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 20 വർഷമായി. എനിക്ക് ഏകദേശം 50 വയസ്സുമായി. എന്നിട്ടും ഒരു മാരകമായിട്ടുള്ള ഒരു രോഗി എന്തായാലും 20 വർഷം ജീവിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ അനിയനും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ വാവിട്ട് പല കാര്യങ്ങളും പറയുമ്പോൾ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റൂല എന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മകള് പഠിക്കുന്ന സ്കൂളിലെ ചില കുട്ടികളൊക്കെ അവളോട് വന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങൾ പറയാൻ അത്രത്തോളം രസകരമായ ഒരു സംഭവമല്ല അവൾ കേട്ടത്. എന്നെക്കുറിച്ചിട്ട് എൻ്റെ നാട്ടിൽപ്പെട്ട ഒരാൾ അവരുടെ ഒരു റിലേഷൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ഇതൊന്നല്ല, ഞങ്ങൾ സാമ്പത്തികമായിട്ട്, അതായത് ഞാൻ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ്, അവരുടെ വീട് ലേലത്തിന് വെച്ചിട്ടുണ്ട്, അവൻ്റെ വാപ്പ, അതായത് വാപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് നാട്ടുകാരുടെ ചെലവിലാണ് കഴിയുന്നത്, പിന്നെ അവർ നാട്ടുകാരെ പൈസ എടുത്തിട്ടാണ് അടിച്ചു പൊളിക്കുകയാണ്, ഇതാണെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ച് എൻ്റെ മകളെ പരിചയമുള്ള കുട്ടി കേട്ട് ആ കുട്ടി സ്കൂളിൽ മറ്റുള്ള ഫ്രണ്ട്സിനോടും ഇവരോടൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവം എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന എൻ്റെ മകളുടെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടാവും എന്ന് നിങ്ങളൊന്ന് ഊഹിക്കുക. നമുക്കൊക്കെ വരും ഉയർച്ചയും താഴ്ചയൊക്കെ. പക്ഷെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, നമുക്കൊരാളെ സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അയാളെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയെങ്കിലും ഒരു
കോമൺ സെൻസ് ഉള്ള മനുഷ്യന് മിനിമം വേണം. അതുപോലും ഇല്ലാതെ ഊഹാപോഹങ്ങളുടെ പേരിൽ കുറേ കെട്ടിച്ചമച്ച കഥകളുമായിട്ട് നമ്മളൊരു രസത്തിന് ചെന്ന് പറയുമ്പോൾ എനിക്കത് ആ ഒരു സെൻസിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന ആളുകളുടെ മെന്റാലിറ്റി എന്താണ്, അവരേത് തരക്കാരാണ്, അവരുടെ നാവിന്റെ വൃത്തി എത്രത്തോളം ഉണ്ട് എന്ന്. അതായത് മോണ ചീഞ്ഞൊലിക്കുന്നവന്റെ നാക്ക് പഠിച്ച വായ്നാറ്റം മാറൂല എന്ന് പഴമക്കാർ പറയും. അതിൽപ്പെട്ട ആളുകളാണ് അവര്. അവരെ നന്നാക്കാൻ പറ്റൂല, അവര് പറയുന്നത് പറഞ്ഞു നടക്കട്ടെ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പ്രായം പക്വതയാവാത്ത കുട്ടികൾക്ക് ഇത് കേൾക്കുമ്പോൾ അവർ മാനസികമായിട്ട് തകരും. അവർക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനും അവർ മടിയും ഉണ്ടാവും. അവർ വീട്ടിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം കേൾക്കാനിടയായി എന്ന്. അപ്പൊ ഇത് പറയുന്നവര് നിങ്ങൾ പറയുന്ന കാര്യത്തിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന്, ഏത് നാട്ടുകാരാണ് എനിക്ക് എൻ്റെ വീട്ടിലെ ചെലവിന് കൊടുന്ന് തന്നിട്ടുള്ളത് എന്ന് ഒരാള് എനിക്കിതാ ഞാൻ ഈ വീഡിയോയിൽ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ എൻ്റെ നാട്ടിൽ പെട്ട ഏത് കുറേശ്ശിയാണ് എനിക്ക് എൻ്റെ ഒരു ദിവസത്തെ ചെലവിനെങ്കിലും തന്നിട്ടുള്ളത്? അതിനുള്ള ഒരു അവസരമൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അന്തസ്സായിട്ട് അധ്വാനിക്കുന്നുണ്ട്. എനിക്ക് 50 വയസ്സായി. ഇന്നേ വരെ മറ്റുള്ളവരെ മുമ്പിൽ കൈ നീട്ടി ജീവിക്കേണ്ട അവസ്ഥ ഒന്നുമില്ല. സാമ്പത്തികമായിട്ട് ബിസിനസ്സിലുള്ള പതനങ്ങൾ വരുമ്പോൾ അവരവരുടെ പ്രോപ്പർട്ടി വിറ്റിട്ടോ അവരെ മുതൽ വിറ്റിട്ടോ ഇടപാടുകൾ തീർക്കുകയാണ്. അല്ലാതെ ഞാൻ മറ്റുള്ളവരെ മുതൽ കൈയിട്ട് വാരാനോ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു ജീവിയൊന്നല്ല. ഇത് എൻ്റെ നാട്ടിൽ എന്നെ അടുത്തറിയുന്നവർക്കറിയാം. പിന്നെ പല ആളുകളുമുണ്ട് എൻ്റെ കൂടെ പഠിച്ചതിലും ഇന്നും അവര് ചിലപ്പോൾ എന്നെ കാണുമ്പോൾ ഞാൻ മുഖത്തേക്കും നോക്കിയാൽ പോലും തിരിഞ്ഞു പോകുന്നവരുണ്ട്. കാരണം അതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും പതറാതെ നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കുന്നവരെ കാണുമ്പോൾ, അതായത് ഒരു വൃത്തിയും വെടുപ്പിലും നടക്കുക, ഒരു വാഹനം ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ കാണുമ്പോൾ കൃമികടി ഉണ്ടാകുന്ന ചില ആളുകളുണ്ട്. എല്ലാ നാട്ടിലെയും പോലെ എൻ്റെ നാട്ടിലുണ്ട് അത്തരത്തിൽപ്പെട്ട ആളുകൾ. അപ്പൊ അവര് വിചാരം നമുക്കൊരു സാമ്പത്തികമായി പ്രശ്നം വന്നാൽ പിന്നെ നമ്മളൊക്കെ ഒരു വിനീത വിധേയന്റെ വിഡ്ഢിവേഷം അണിഞ്ഞ് ഇവരൊക്കെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമുക്കതിന്റെ ആവശ്യമില്ല. നമുക്കൊരാളെ സഹായം വേണം. നമ്മളൊരു വീണ് കിടക്കുകയാണെങ്കിൽ നമ്മളെ കൈ പിടിച്ചുയർത്താൻ നമ്മളെ അടുത്ത് പൈസ ഉണ്ട് എന്ന് വിചാരിച്ചാണ് നമ്മൾ എല്ലാം, അല്ലെങ്കിൽ പൈസ കൊണ്ട് നേടാൻ പറ്റാത്ത ആവശ്യങ്ങൾ പലതും ഉണ്ട്. ഒരാൾക്കൊരു ആരോഗ്യപരമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നാൽ അയാൾക്ക് മറ്റൊരാളെ സഹായം വേണ്ടി വരും. അയാളുടെ അടുത്ത് എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, അയാളെ പിടിച്ചു പൊക്കാൻ ഒരാൾ വേണം. ഇതൊക്കെ അറിഞ്ഞ് ജീവിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പിന്നെ പൊതുവേ ഞാൻ നാട്ടുകാരുടെ ഒരു കാര്യത്തിൽ ഇടപെടാനും ഒരു വീഡിയോ കൊലായ്മ പോയിട്ട് മറ്റുള്ള കാര്യങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറ്റുള്ളതിലൊന്നും പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാതെ ഞാൻ എൻ്റെതായ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടം മുതൽ തന്നെ എൻ്റെ ബാപ്പ 10 വർഷം താന്നൊരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ആളാണ്. ബാപ്പാന്റെ ഈ 10 വർഷം കാലം കൊണ്ട് ഞാൻ നാട്ടുകാരും നാട്ടുകാരുടെ സ്വഭാവങ്ങളും എല്ലാവരെയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, എല്ലാം ഞാൻ മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്നും കുറച്ചൊരു വിട്ടു നിന്നിട്ടുള്ളൊരു ജീവിതം എന്ന് വെച്ചാൽ നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിലും നാടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഞാൻ ഇടപെടാറില്ല. അതിനത് എൻ്റെ വ്യക്തിപരമായ കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ്. കാരണം ചില ആളുകളെ നമ്മൾ എത്ര പറഞ്ഞാലും അവര് നമ്മൾ നട്ടുച്ചയ്ക്ക് ചെന്ന് ഇപ്പൊ ഉച്ചയാണെന്ന് പറഞ്ഞാൽ അവര് പറയും ഇത് രാത്രിയാണെന്ന്. അങ്ങനത്തെ ആളുകളൊന്നും നമുക്ക് മാറ്റാൻ പറ്റൂല. അത് നമ്മൾ ആ ഒരു രീതിയിൽ കാണുക, നമ്മൾ പോവുക, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, വീണ്ടും ഞാൻ പറയാണ്, ഏത് നാട്ടുകാരാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്നെ വന്ന് പൈസ തന്ന് സഹായിക്കുന്നത് എന്നുള്ളത് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഇല്ല. എൻ്റെ ഓർമ്മകളിലുള്ളത് എൻ്റെ വാപ്പ മരിച്ചിട്ട് ഏകദേശം 13 വർഷമായി. എൻ്റെ വാപ്പ എഴുതി വെച്ചൊരു പുസ്തകമുണ്ട്. നിങ്ങൾക്കറിയാം, നാട്ടുകാർക്കറിയാം. ഞങ്ങളിവിടുന്ന് മണ്ണെടുത്ത് കൊണ്ടുപോയിട്ട് ഈ നാടിൻ്റെ ചുറ്റുവട്ടത്തുള്ള പല ആളുകളും ഇന്ന് മണ്ണ് കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ പറമ്പെന്ന് കൊണ്ടുപോയ മണ്ണിൻ്റെ മേലെ തറയിട്ട് അതുമേൽ വീട് വെച്ചോരും, അതുപോലെ തന്നെ പല താനൂരിലെ പല സ്ഥാപനങ്ങളിൽ ഇന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ പറമ്പെന്ന് കൊണ്ടുപോയ മണ്ണും അതിൻ്റെ മുകളിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ഇനി എത്രത്തോളം കിട്ടാനുണ്ട് ഇതിൻ്റെയൊക്കെ കണക്ക് നോക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയാം നാട്ടിലെ ഏതൊക്കെ വ്യക്തികൾ ഉപ്പാക്ക് പൈസ കൊടുക്കാണ്ട്. എൻ്റെ ഫാദറിനെ വെച്ച് കളിച്ച് കുറെ പൈസ ഉണ്ടാക്കിയ ആളുകൾ അത് വേറെയുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടു വളർന്ന ആളാണ് ഞാൻ. അതെല്ലാം വിട്ട്, അതുപോലെ തന്നെ എൻ്റെ ഫാദർ മരിച്ച സമയത്ത് അന്ന് ആ മയ്യത്ത് കൊണ്ടുപോയ സമയത്ത് പള്ളിയിലുണ്ടായ നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ, അസർ നമസ്കാരത്തിന്റെ സമയത്താണ്, ബാങ്ക് കൊടുത്ത സമയത്താണ് മയ്യത്ത് അവിടെ എത്തുന്നത്. ആ സമയത്ത് പള്ളിക്കകത്ത് ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾ
ഈവൻ അവിടെ ഉണ്ടായിരുന്ന ആ പള്ളിയുടെ മെയിൻ ഉസ്താദ് അടക്കം പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അന്ന് അവിടെ ഒരു സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു, ഒരു പ്രസംഗം നടത്തിയെന്നിട്ട്. നമ്മൾ വ്യക്തിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സംഘടനാപരമായിട്ടൊക്കെ പല എതിർപ്പുകളും പല വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടാൽ അതോടുകൂടി അയാൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. പിന്നെ അയാൾക്ക് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക. നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകളാണെങ്കിൽ ഓക്കെ, നമ്മളൊരു മാതൃക, അല്ലെങ്കിൽ ഒരു പള്ളിയും പള്ളി കമ്മിറ്റിയും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ സമൂഹത്തിനൊരു മാതൃകയാവേണ്ടവരാണ്. ഈ ആളുകൾ തന്നെ അതിനെതിരായിട്ടതാകുമ്പോൾ എന്താണ് ഈ ഒരു മതപരമായിട്ടുള്ള കാഴ്ചപ്പാടിന്റെ പ്രസക്തി എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടും കണ്ടിട്ടും അനുഭവിച്ചിട്ടും ഒന്നും ഇതുവരെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാതിരുന്നതും ചെയ്താതിരുന്നതൊക്കെ ആളുകൾ പല രീതിയിലും പല രൂപത്തിലൊക്കെ ഉള്ളവരാണ്. നമുക്കാരെയും നന്നാക്കാൻ പറ്റൂല, നമുക്കാരെയും നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റൂല. നമ്മൾ നമ്മളതായ രീതിയിൽ ജീവിക്കുക, മറ്റുള്ളവർ പറയുന്നത് പറയട്ടെ എന്ന് കരുതി ഇങ്ങനെ ഒഴിഞ്ഞു പോകുമ്പോൾ നമ്മളെ വന്ന് ചൊറിയാനും മാന്താനും നിൽക്കുമ്പോൾ കുറച്ച ഒരു ഇതുള്ള ആളുകൾ ആരും ഫുള്ളായിട്ട് കേട്ടിരിക്കുന്നില്ല. നമ്മളത് പ്രതികരിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ചെയ്തത്.